ഹലോ എവറി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ദിശ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ടുള്ള ഗ്രാമർ റൂൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ഗ്രാമർ റൂൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഗ്രാമർ റൂൾ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നുള്ളതാണ്. അപ്പം രണ്ട് തരം പ്രോനൗൺസ് ആണുള്ളത്. നാല് തരം പ്രോനൗൺസ് ആണുള്ളത്. സബ്ജക്റ്റീവ് പ്രോനൗൺ ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉണ്ട്, റിഫ്ലെക്സീവ് പ്രോനൗൺ ഉണ്ട്, പൊസസീവ് പ്രോനൗൺ ഉണ്ട്. അങ്ങനെ നാല് തരം പ്രോനൗൺസ് ആണുള്ളത്. റിഫ്ലെക്സീവും പൊസസീവും നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോനൗൺസ് ആണ്. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ്. അതായത് ഇവരെ എന്തുകൊണ്ടാണ് സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നും ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ആൾക്കാരെ, അതായത് ഇത്രയും പേരെ നമ്മൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് പറയാനുള്ള കാരണം. ഇവരെ നമ്മൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇവരെ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവരെ നമ്മൾ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നും ഇവരെ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒരു സെന്റൻസിൽ നമ്മൾ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ സബ്ജക്റ്റീവ് എന്നും, ഇവരെ നമ്മൾ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നും ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നും നമുക്ക് നോക്കാം. ഓക്കെ, സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 7 പേഴ്സണൽ പ്രോനൗൺസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മുൻ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രോനൗൺസിൻ്റെ ക്ലാസ്സുകളിൽ. ആ പ്രോനൗൺസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 7 പ്രോനൗൺസ് ഉണ്ട്. ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ എന്ന് പറയുന്ന 7 പേഴ്സണൽ പ്രോനൗൺസ്. ആ 7 പേഴ്സണൽ പ്രോനൗൺസിനെ നമ്മൾ 3 പേഴ്സൺ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന്. അന്ന് പ്രോനൗൺസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് പേഴ്സണൽ പ്രോനൗൺസ്. ആ പേഴ്സണൽ പ്രോനൗൺസ് 7 പേരും സബ്ജക്റ്റീവ് പ്രോനൗൺസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത് 7 പേഴ്സണൽ പ്രോനൗൺസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ എന്നുള്ളതാണ് 7 പേഴ്സണൽ പ്രോനൗൺസ് ആണ് ഈ സബ്ജക്റ്റീവ് പ്രോനൗൺസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ ഐയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് മീ എന്ന് പറയുന്നത്, വിയുടെ ആണ് അസ് എന്ന് പറയുന്നത്, യുവിൻ്റെതാണ് യു എന്ന് പറയുന്നത്, യുവിൻ്റെത് യു തന്നെയാണ്, ഹീയുടേതാണ് ഹിം എന്ന് പറയുന്നത്, ഷീയുടേതാണ് ഹെർ എന്ന് പറയുന്നത്, ഇറ്റിൻ്റെതാണ് ഇറ്റ് എന്ന് പറയുന്നത്, ദേയുടേതാണ് ദം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പറയാനുള്ള കാരണം അടുത്ത നെക്സ്റ്റ് വരുന്ന റൂളാണ് ഇത് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സബ്ജക്റ്റീവ് പ്രോനൗണും ഒബ്ജക്റ്റീവ് പ്രോനൗണും ഒക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പേഴ്സണൽ പ്രോനൗൺസ് എടുത്തപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നാൽ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസിനെ സബ്ജക്റ്റീവ് എന്നും ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസിനെ ഒബ്ജക്റ്റീവ് എന്നും നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺസ് ആർ യൂഷ്വലി ഡൺ ബിറ്റ്വീൻ ദ സെയിം തിങ്സ്. So whenever we compare subjective pronouns to subjective pronouns and objective pronouns to objective pronouns. അതായത് നമ്മൾ എപ്പോഴെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ള തിങ്സുകളെ തമ്മിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ള തിങ്സുകളെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ 3-4 വർഷം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഇന്നലെ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല, അല്ലേ? അപ്പോൾ അതേപോലെ 3-4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ പഠിക്കുന്ന കുട്ടിയെ 2 വർഷം കൊണ്ട് പഠിക്കുന്ന കുട്ടിയെ അതേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടിയായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. അതേപോലെ 2 മാസം കൊണ്ട് പഠിക്കുന്ന കുട്ടിയെ 2 മാസം കൊണ്ട് പഠിക്കുന്ന മറ്റൊരു കുട്ടിയായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. അതേപോലെ സിമിലർ ആയിട്ടുള്ള തിങ്സുകൾ തമ്മിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എപ്പോഴും കമ്പാരിസൺ നടത്താൻ. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്.
മറിച്ച് ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ നമ്മൾ സബ്ജക്റ്റീവ് ഉള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. അപ്പോൾ ഓർക്കുക, സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ നമ്മൾ സബ്ജക്റ്റീവ് ഉള്ളവരുമായിട്ടും ഒബ്ജക്റ്റീവിലുള്ളവരെ നമ്മൾ ഒബ്ജക്റ്റീവ് ഉള്ളവരുമായിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ നമ്മൾ സബ്ജക്റ്റീവ് പ്രോനൗൺസ് ഉള്ളവരുമായിട്ടും ഒബ്ജക്റ്റീവിലുള്ളവരെ ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരുമായിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. അപ്പോൾ ഇതൊരു CGL-ൻ്റെ ഒരു പൈലറ്റ് ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ദിശ ലേണിംഗ് ആപ്പിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദിശ ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ ഏറ്റവും വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ക്ലാസ്സസ് എല്ലാം ദിശ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഒരു പൈലറ്റ് ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ CGL-ൻ്റെ ഒരു പൈലറ്റ് ബാച്ച് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 1000 rupees ഓഫ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് എല്ലാം നമ്മൾ ഈ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേഗം തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു അവസരം കൂടിയാണ്, ഇത് പാഴാക്കരുത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ദിശ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. CGL-ൻ്റെ പൈലറ്റ് ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോർഷൻസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പൈലറ്റ് ബാച്ചാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-2 ക്ലാസ്സസ് ആയതേ ഉള്ളൂ. വേഗം തന്നെ ഇത് സമയം കളയാതെ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, 1000 rupees ഇപ്പോൾ ഒരു ഓഫറാണ്. 1000 rupees ഓഫുണ്ട്. കൂടുതൽ വിവരങ്ങൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺസും സബ്ജക്റ്റീവ് പ്രോനൗൺസും തമ്മിൽ കമ്പയർ ചെയ്യരുതെന്നാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, മൈ പേരൻസ് സ്കോൾഡ് മീ മോർ ദാൻ ഹി. അതായത് ഇവിടെ മീ എന്ന് പറയുന്ന ഒരു പ്രോനൗണും ഇവിടെ ഹി എന്ന് പറയുന്ന ഒരു പ്രോനൗണും ഉണ്ട്. മീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഹി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പോൾ അത് ഇൻകറക്റ്റ് ആണ്. അതായത് ഒരു കാരണവശാലും സബ്ജക്റ്റീവ് ഉള്ളവരെയും ഒബ്ജക്റ്റീവ് ഉള്ളവരെയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഒരു കാരണവശാലും സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെയും ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റീവിലുള്ളവരെ ടു ഒബ്ജക്റ്റീവിലുള്ളവരുമായിട്ടും സബ്ജക്റ്റീവിലുള്ളവരെ ടു സബ്ജക്റ്റീവിലുള്ളവരുമായിട്ടും തന്നെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൈ പേരൻസ് സ്കോൾഡ് മീ എന്നുള്ളതിനെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹി എന്നുള്ള സബ്ജക്റ്റീവ് പ്രോനൗണിനെയും കൂടെ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആക്കി, അത് ഹിം ആക്കി. ഹീയുടെ സബ്ജക്റ്റീവ് പ്രോനൗൺ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഹീയുടേത്? ഹിം ആണെന്ന് നമുക്കറിയാം. അപ്പം ഹീയെ നമ്മൾ എന്താക്കി കൊടുത്തു, ഹിം ആക്കി കൊടുത്തു. മനസ്സിലായോ? അപ്പം അതായത് ഒന്നുമല്ല, സിമ്പിളാണ്. സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക. സബ്ജക്റ്റീവിലുള്ളവരെ സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവ് ഉള്ളവരായിട്ട് ഒബ്ജക്റ്റീവായിട്ടും തന്നെ കമ്പയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക. ഒരു കാരണവശാലും സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരായിട്ടും ഒബ്ജക്റ്റീവിലുള്ളവരെ സബ്ജക്റ്റീവ് ഉള്ളവരുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. രണ്ടും ഒരേപോലെ നിൽക്കണം. സബ്ജക്റ്റീവ് ടു സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ടു ഒബ്ജക്റ്റീവ് എന്ന് നിൽക്കുക. ഓക്കെ, അടുത്തത് ഇറ്റ് ഈസ് ഹി. ഇതിറ്റാണ്. ഇറ്റ് ഈസ് ഹി who put for not me who put forward a remarkable deed today. ഇൻകറക്റ്റ് ആണ്. ഇവിടെയും 2 പ്രോനൗൺസ് വന്നിരിക്കുന്നത്. ഒന്ന് ഹീയും ഒന്ന് മീ ആണ്. ഒന്ന് ഹീ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. മീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഇവിടെ ഹൂ പുട്ട് ഫോർവേഡ് എ റിമാർക്കബിൾ ഡീൽ ടുഡേ. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹീ നോട്ട് ഐ എന്ന് വന്നിട്ടുണ്ട്. മീയെ നമ്മൾ എന്താക്കി കൊടുത്തു, ഐ ആക്കി കൊടുത്തു. ഇവിടെ മീയെ നമ്മൾ നിർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ ഹീയെയാണ് മാറ്റിയത് അല്ലേ. ഇവിടെ നമ്മൾ മീയെയാണ് മാറ്റി ഇവിടെ ഐ ആക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൂ എന്ന് പറയുന്ന 4 റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്. എത്ര റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്? 4 റിലേറ്റീവ് പ്രോനൗൺസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൂസിനൊക്കെ നമ്മൾ പിന്നെ പഠിക്കുകയാണ്. അപ്പം 4 റിലേറ്റീവ് പ്രോനൗൺസിനെ നമ്മളിപ്പോൾ പഠിക്കുകയാണ്. ഹൂ, ഹും, ദാറ്റ്, വിച്ച്. എത്ര റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്? ഹൂ എന്നും ഹും എന്നും ദാറ്റ് എന്നും വിച്ച് എന്നും പറയുന്ന 4 റിലേറ്റീവ് പ്രോനൗൺസിനെ നമ്മളിപ്പോൾ നോക്കാം. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഈ ഹൂ എന്നും ഹും എന്നും പറയുന്ന ഈ 2 റിലേറ്റീവ് പ്രോനൗൺസിനെ ലിവിങ് തിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റിനെയും വിച്ചിനെയും നമ്മൾ നോൺ ലിവിങ് തിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ദാറ്റും വിച്ചും നോൺ ലിവിങ് തിങ്സിന്, ഹൂവും ഹുമ്മും ലിവിങ് തിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഹൂവും ഹുമ്മും ലിവിങ് തിങ്സിനും ദാറ്റും വിച്ചും നോൺ ലിവിങ് തിങ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഹൂവും ഹുമ്മും ലിവിങ് തിങ്സിനാണെങ്കിലും അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോനൗണും ഹും എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗണിനും വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹൂ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെൻറ്റൻസിലുള്ള പ്രോനൗൺസ് എല്ലാവരും എന്തായിരിക്കണം? സബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ വരുന്ന സെൻറ്റൻസിലെ പ്രോനൗൺസ് എല്ലാവരും എന്തായിരിക്കണം? സബ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ ഹൂ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഹൂ വരുന്ന സെൻറ്റൻസിലെ പ്രോനൗൺസ് എല്ലാവരും എന്തായി അത് അന്നേരം നമ്മൾ സബ്ജക്റ്റീവ് ആക്കി. അപ്പോൾ ഈ മീയെയും കൂടെ നമ്മൾ എന്താക്കി കൊടുത്ത് സബ്ജക്റ്റീവ് ആക്കിയപ്പോൾ മീ എന്തായി? ഇത് ഐ ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ എന്തിനു വേണ്ടിയുള്ളവയാണ്? സബ്ജക്റ്റീവ് പ്രോനൗൺസിനുള്ളതാണ് ഹൂ. ഒബ്ജക്റ്റീവ് പ്രോനൗൺസിനുള്ളതാണ് ഹും എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേരെയും ലിവിങ് തിങ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൂ ആൻഡ് ഹും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ ഈസ് ഓൾവേസ് യൂസ്ഡ് ഫോർ സബ്ജക്റ്റീവ് പ്രോനൗൺസ് ആൻഡ് ഹും ഈസ് യൂസ്ഡ് ഫോർ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നുള്ളതാണ്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ദാറ്റും വെച്ച് നമുക്ക് പിന്നീട് വേറെ ക്ലാസ്സിൽ വേറെ റൂളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം പറയാം. ഓക്കെ, ഇപ്പോൾ അറിഞ്ഞിരിക്കുക ദാറ്റ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ഫോർ നോൺ ലിവിങ് തിങ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത്രയും പറഞ്ഞ റൂൾ എന്താണ്? സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. സബ്ജക്റ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ആണ്. ഐയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ മീ ആണ്, വിയുടേത് അസ് ആണ്, യുവിൻ്റെത് യു തന്നെയാണ്, ഹിയുടേത് ഹിം ആണ്, ഷീയുടേത് ഹെർ ആണ്, ഇറ്റിൻ്റെത് ഇറ്റാണ്, ദേയുടേത് ദം ആണ്. ഒരു കാരണവശാലും സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരുമായിട്ടും ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ സബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് പറഞ്ഞ പോയിന്റ് 4 റിലേറ്റീവ് പ്രോനൗൺസ് പറഞ്ഞു. ഹൂ എന്നും ഹും എന്നും ദാറ്റ് എന്നും വിച്ച് എന്നും പറഞ്ഞു. ഹൂ ആൻഡ് ഹും ആർ യൂസ്ഡ് ഫോർ ലിവിങ് തിങ്സ്, ദാറ്റ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ഫോർ നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞു. ഹൂ ഈസ് യൂസ്ഡ് ഫോർ സബ്ജക്റ്റീവ് പ്രോനൗൺസ് ആൻഡ് ഹും ഈസ് യൂസ്ഡ് ഫോർ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു. തരുന്ന സെൻറ്റൻസിൽ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിലുള്ള പ്രോനൗൺസ് എല്ലാവരും എന്തായിരിക്കണം? അതിനെല്ലാം സബ്ജക്റ്റീവ് ആയിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് when but except between are used as a preposition they must be followed by objective case of the pronoun and not the subjective case of pronoun. അതായത് but except between എന്ന് പറയുന്ന 3 പ്രിപ്പോസിഷനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് വരുന്ന പ്രോനൗൺ എപ്പോഴും സബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ ആവരുത് എന്നർത്ഥം. അപ്പോൾ ഈ ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ കൂടെ ലെറ്റും കൂടെ ഞാൻ എഴുതാം കേട്ടോ. ലെറ്റും കൂടെ നമുക്ക് പഠിക്കാം. ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ഏതൊക്കെയാണ് 4 വേർഡ്? ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് എന്ന് പറയുന്ന ഈ 4 വേർഡ്സിന് ശേഷം വരുന്ന പ്രോനൗൺ എപ്പോഴും എന്തായിരിക്കണം? സബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒരു കാരണം വെച്ചാൽ സബ്ജക്റ്റീവ് യൂസ് ചെയ്യാൻ പാടില്ല. ലെറ്റ് ഐ ഗോ എന്നാണോ ലെറ്റ് മീ ഗോ എന്നാണോ നമ്മൾ പറയുന്നത്? ലെറ്റ് മീ ഗോ എന്നാണ്. ലെറ്റ് ഹിം ഗോ, ലെറ്റ്സ് ഗോ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ലെറ്റ് മീ ഗോ, മീ ഒബ്ജക്റ്റീവാണ്. ലെറ്റ് അസ് ഗോ, അസ് ഒബ്ജക്റ്റീവാണ്. ലെറ്റ് ഹിം ഗോ, ഹിം ഒബ്ജക്റ്റീവാണ്. ലെറ്റ് ഹെർ ഗോ, ഹെർ ഒബ്ജക്റ്റീവാണ്. കണ്ടോ? അപ്പോൾ ലെറ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക, ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ഏതൊക്കെയാണ് 4 വേർഡ്സ് എന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ഏതൊക്കെയാണ്? ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ഈ 4 വേർഡ്സിന് ശേഷവും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് എപ്പോഴും എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. മറിച്ച് എന്തായിരിക്കരുത്? സബ്ജക്റ്റീവ് ആവരുത്. ഓക്കെ ആണല്ലോ. ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ഏതൊക്കെയാണ്? ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് എന്ന് പറയുന്ന 4 വേർഡ്സിന് ശേഷം വരുന്ന പ്രോനൗൺസ് എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മറിച്ച് സബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ്, ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ഈ 4 വേർഡ്സ് ഓർഡറിൽ കാണാതെ പഠിച്ചു വെച്ചോളാം. ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ആർ ഓൾവേസ് ഫോളോഡ് ബൈ ഓൺലി ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ, നോട്ട് സബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺസ്. ഓക്കെ ആണല്ലോ. ആണത് എക്സാമ്പിൾ നോക്കി. ദർ ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഐ. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, അത് ഓക്കെയാണ്. ഇവിടെ ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് കിടക്കുന്നത് കൊണ്ട് അതിനെ ഫോളോ ചെയ്ത് വരുന്ന പ്രോനൗൺസ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം. മറിച്ച് ഐ സബ്ജക്റ്റീവാണ്. ശരിയാണോ തെറ്റാണെന്ന് വെച്ചാൽ തെറ്റാണ്.
അതായത് ബിറ്റ്വീൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ബിറ്റ്വീനെ ഫോളോ ചെയ്ത് വരുന്ന പ്രോനൗൺസ് എല്ലാവരും എന്തായിരിക്കണം, സബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആൻഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സബ്ജക്റ്റീവ് ആണ്. ഐയെ നമ്മൾ എന്താക്കി കൊടുക്കണം, ഐയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആക്കി കൊടുക്കണം, മീ ആക്കി കൊടുക്കണം. ഐ എന്തായി, മീ ആയി. അപ്പോൾ ദർ ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് മീ. അപ്പോൾ രണ്ടുപേരും ഒബ്ജക്റ്റീവായി, ഇയാളും ഒബ്ജക്റ്റീവായി ഇയാളും ഒബ്ജക്റ്റീവായി. പിടി കിട്ടിയോ? അപ്പോൾ ദർ ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് മീ എന്നുള്ളതായി. ഒന്നുകൂടെ പറയാം. അപ്പം ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ്, ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ്, ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ആർ ഓൾവേസ് ഫോളോഡ് ബൈ ദ പ്രോനൗൺ, ആർ ഓൾവേസ് ഫോളോഡ് ബൈ വിച്ച് കേസ് ഓഫ് പ്രോനൗൺ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ ആണ്, നോട്ട് സബ്ജക്റ്റീവ് കേസസ് ഓഫ് പ്രോനൗൺ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് എക്സാമ്പിൾ, ഓൾ ബട്ട് ഹീ ആർ ഗോയിങ് ടു ദ പാർട്ടി. ഓൾ ബട്ട് ഹീ, ബട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ബട്ടിന് ശേഷം ഒബ്ജക്റ്റീവ് പ്രോനൗണേ വരാൻ പാടുള്ളൂ. ഇത് സബ്ജക്റ്റീവാണ്. അപ്പോൾ സബ്ജക്റ്റീവിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ആക്കുമ്പോൾ ഓൾ ബട്ട് ഹിം എന്ന് വന്നു അല്ലേ. അപ്പോൾ സബ്ജക്റ്റീവാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ശരിയാക്കണമെങ്കിൽ നമ്മളതിനെ ഒബ്ജക്റ്റീവ് ആക്കി കൊടുക്കുക. അപ്പോൾ ഓൾ ബട്ട് ഹീ എന്നുള്ളത് എന്തായിട്ട് മാറി, ഓൾ ബട്ട് ഹിം എന്നായി മാറി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൾ എക്സെപ്റ്റ് ഹീ, എല്ലാവരും, അവനൊഴികെ എല്ലാവരും. ഓൾ ബട്ട് ഹീ, ഓൾ എക്സെപ്റ്റ് ഹീ, എക്സെപ്റ്റ് ഹീ എന്നുള്ളത് എന്തായി മാറി, ഹിം എന്നുള്ളതായി മാറി. മനസ്സിലായോ? അപ്പം എന്താണ് പഠിച്ചത്, ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ആർ ഓൾവേസ് ഫോളോഡ് ബൈ ദ പ്രിപ്പോസിഷൻ, ഒബ്ജക്റ്റീവ് കേസ് ഓൾവേസ് ഫോളോഡ് ബൈ ദ പ്രോനൗൺ, ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ ആണ്, നോട്ട് സബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ ആണ്. ഓക്കെ ആണല്ലോ. ബട്ട് എക്സെപ്റ്റ് ബിറ്റ്വീൻ ലെറ്റ് ആർ ഓൾവേസ് ഫോളോഡ് ബൈ ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ, നോട്ട് സബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രോനൗൺ. ഓക്കെ, അടുത്തത്, while making comparisons it is necessary to look at the things being compared. എക്സാമ്പിൾസ് നോക്കാം. അതായത് എന്തെങ്കിലും കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനൊക്കെയാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. എന്തൊക്കെ കാര്യങ്ങളെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഓക്കെയാണ്, ശരിയാണ് എന്ന് വിചാരിക്കും. പക്ഷേ ആയിരിക്കില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വായിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഉണ്ട്, ആ എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് തരാം. ഓക്കെ, ആ എക്സാമ്പിൾ നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ നമ്മളതിനെ ശരിയാക്കാൻ പറ്റുമെന്ന്. ദ വെദർ ഓഫ് ഡൽഹി ഈസ് ഫാർ ബെറ്റർ ദാൻ, ദ വെദർ ഓഫ് ഡൽഹി ഈസ് ഫാർ ബെറ്റർ ദാൻ മുംബൈ എന്ന് പറയുമ്പോൾ ദ വെദർ ഓഫ് ഡൽഹി, ഡൽഹിയിലെ വെദർ എന്ന് പറയുന്നത്, ഡൽഹിയിലെ വെദർ ഓക്കെ ഈസ് ഫാർ ബെറ്റർ ദാൻ മുംബൈ, മുംബൈയേക്കാളും ബെറ്റർ ആണെന്നർത്ഥം. ശരിയാണോ തെറ്റാണോ? അതായത് ഡൽഹിയിലെ വെദർ ഓക്കെ മുംബൈയേക്കാളും ബെറ്റർ ആണ്. മുംബൈയുടെ വെദറിനേക്കാളും ബെറ്റർ ആണെന്നല്ല പറയുന്നത്, മുംബൈയേക്കാളും ബെറ്റർ ആണെന്ന്. ശരിയാണോ തെറ്റാണോ? ഇവിടെ കമ്പാരിസൺ നടന്നിരിക്കുന്നത് ഡൽഹിയിലെ വെദറും പിന്നെ മുംബൈയും തമ്മിലാണ്. അങ്ങനെ പറ്റുമോ? മുംബൈയും ഡൽഹിയിലെ വെദറും തമ്മിലാണോ കമ്പയർ ചെയ്യേണ്ടത്? അല്ലല്ലോ. ഡൽഹിയിലെ വെദറിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മുംബൈയിലെ വെദറുമായിട്ട് വേണ്ടേ കമ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സിമിലർ ആയിട്ടുള്ള തിങ്സുമായിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പറയേണ്ടത്? ദ വെദർ ഓഫ് ഡൽഹി ഈസ് ഫാർ ബെറ്റർ ദാൻ ദ വെദർ ഓഫ് മുംബൈ എന്ന് പറഞ്ഞ് എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ എന്താ പറയണം? ദ വെദർ ഓഫ് ഡൽഹി ഈസ് ഫാർ ബെറ്റർ ദാൻ ദ വെദർ ഓഫ് മുംബൈ എന്ന് വന്നു. ഓക്കെ, അപ്പം ദ വെദർ ഓഫ് ഡൽഹി ഈസ് ഫാർ ബെറ്റർ ദാൻ ദ വെദർ ഓഫ് മുംബൈ എന്ന് വന്നു. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ദ വെദർ ഓഫ് ഡൽഹി ഈസ് ഫാർ ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് മുംബൈ എന്നും പറയാം. അതായത് ഒന്ന് ഇങ്ങനെ പറയാം, മുംബൈയിലെ വെദർ നേക്കാളും ബെറ്റർ ആണ് ഡൽഹിയിലെ വെദർ എന്ന് പറയുന്നത് അല്ലയോ. അപ്പം ദ വെദർ ഓഫ് ഡൽഹി ഈസ് ബെറ്റർ ദാൻ വെദർ ഓഫ് മുംബൈ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ പറയാം മുംബൈയിലെ വെദർ അല്ല ഡൽഹിയിലെ വെദറിനേക്കാളും ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഡൽഹിയിലെ വെദറാണ് ബെറ്റർ മുംബൈയുടേതിനേക്കാളും. മുംബൈയുടെ വെദറിനേക്കാളും എന്ന് പറയുന്നതിനേക്കാളും ഉപരി മുംബൈയുടേതിനേക്കാളും എന്ന് പറഞ്ഞാലും ശരിയല്ലേ, എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. മുംബൈയുടേതിനേക്കാളും, അതായത് മുംബൈയുടെ വെദറിനേക്കാളും എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ദാൻ ദാറ്റ് ഓഫ് മുംബൈ എന്ന് പറഞ്ഞാലും ശരിയാണ്, ദാൻ ദ വെദർ ഓഫ് മുംബൈ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ അത് രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോൾ ദാൻ ദാറ്റ് ഓഫ് മുംബൈ എന്ന് പറഞ്ഞാലും ശരിയാണ്. അതേപോലെ ആപ്പിൾസ് ഓഫ് ഷിംല ആർ ടേസ്റ്റിയർ ദാൻ ഊട്ടി, ഊട്ടിയേക്കാളും ടേസ്റ്റിയർ ആണെന്ന് ആപ്പിൾസ് ഓഫ് ഷിംല.
അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഊട്ടിയിലെ ആപ്പിൾസിനേക്കാളും ടേസ്റ്റിയർ ആണ് ഷിംലയിലെ ആപ്പിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എന്തായി പോയി? ഊട്ടിയേക്കാളും ടേസ്റ്റിയർ ആണ് ആപ്പിൾസ് ഓഫ് ഷിംല എന്നായി പോയി. അങ്ങനെ ആണെങ്കിൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ എങ്ങനെ പറയണം? ഊട്ടിയിലെ ആപ്പിൾസിനേക്കാളും ടേസ്റ്റിയർ ആണ് ഷിംലയിലെ ആപ്പിൾസ് എന്ന് പറയണ്ടേ? അപ്പോൾ എങ്ങനെ പറയണം? ദ ആപ്പിൾസ് ഓഫ് ഷിംല ആർ ടേസ്റ്റിയർ ദാൻ ദ ആപ്പിൾസ് ഓഫ് ഊട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ ദ ആപ്പിൾസ് ഓഫ് ഷിംല ആർ ടേസ്റ്റിയർ ദാൻ ദോസ് ഓഫ് ഊട്ടി എന്ന് പറയാം, അല്ലയോ? ദാൻ ദോസ് ഓഫ് ഊട്ടി, അതായത് ദോസ് ഓഫ് ഊട്ടി എന്ന് വെച്ചാൽ ആപ്പിൾസ് ഓഫ് ഊട്ടി എന്നാണ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും പറഞ്ഞാലും അത് ശരിയാവും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും സിമിലർ അല്ലാത്ത കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ ആണല്ലോ? ഇതൊന്ന് വായിച്ചു നോക്കിക്കേ, മനസ്സിലായല്ലോ നോക്കാം. ഇവിടെ വെതർ ഓഫ് ഡൽഹിയെയും മുംബൈയും തമ്മിൽ കമ്പയർ ചെയ്തേക്കുന്നതാണ് തെറ്റ്. ഇവിടെ ഷിംലയിലെ ആപ്പിൾസിനെ ഊട്ടിയായിട്ട് കമ്പയർ ചെയ്തേക്കുന്നതാണ് തെറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. The words one of, the, either of, neither of, each of are always followed by plural nouns. അതായത് വൺ ഓഫ് വന്നാലോ എയ്തർ ഓഫ് വന്നാലോ നെയ്തർ ഓഫ് വന്നാലോ ഈച്ച് ഓഫ് വന്നാലോ പ്ലസ് അവരുടെ കൂടെ വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്നാണ്. എന്താണ്? എയ്ച്ച് ഓഫ്, നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, വൺ ഓഫ്. എന്താണ്? വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. സിംഗുലർ വെർബിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പ്ലൂറൽ നൗൺസ് ആയിരിക്കണം. അപ്പോൾ ഇവരുടെ കൂടെ വരുന്ന നൗൺസ് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് വാസ് സെലക്റ്റഡ് ടു വിസിറ്റ് നാസ. വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നാണ് പറയേണ്ടത്. അതായത് ഒത്തിരി കുട്ടികളുണ്ട്, ആ ഒത്തിരി കുട്ടികളിൽ ഒരാളെയാണ് എന്ത് ചെയ്തത്? നാസ വിസിറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തത്. അതായത് വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നാണോ അതോ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണോ പറയുന്നത്? വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ്. അതായത് വൺ ഓഫ് വന്നാൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ളത് എന്തായി മാറുന്നു? സ്റ്റുഡൻസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അത് എ പേഴ്സൺ ക്യാൻ ടേൺ ഓൺ എയ്തർ ഓഫ്. എയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ വൺ എയ്തർ ഓഫ് ദ ലൈറ്റ് ബൾബ് ആണോ ലൈറ്റ് ബൾബ്സ് ആണോ എന്ന് വെച്ചാൽ ലൈറ്റ് ബൾബ്സ് ആണ്. ഓക്കെ, അതായത് വൺ ഓഫ് വന്നാലോ ഈച്ച് ഓഫ് വന്നാലോ എയ്തർ ഓഫ് വന്നാലോ നെയ്തർ ഓഫ് വന്നാലോ, ഏതാണ്? വൺ ഓഫ് വന്നാലോ എയ്തർ ഓഫ് വന്നാലോ നെയ്തർ ഓഫ് വന്നാലോ ഈച്ച് ഓഫ് വന്നാലോ അതിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞ് വൺ ഓഫ് വന്നാലോ ഈച്ച് ഓഫ് വന്നാലോ എയ്തർ ഓഫ് വന്നാലോ നെയ്തർ ഓഫ് വന്നാലോ അതിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഈച്ച് ഓഫ് വന്നാലോ എയ്തർ ഓഫ് വന്നാലോ നെയ്തർ ഓഫ് വന്നാലോ വൺ ഓഫ് വന്നാലോ അതിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? നൗണ്, വെർബിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല, വെർബ് സിംഗുലറും ആയിരിക്കണം കേട്ടോ. ഓക്കെ, മറ്റടുത്തൊരു ക്വസ്റ്റ്യൻ തരാമെന്ന് പറഞ്ഞാൽ അത് തന്നില്ല അല്ലേ? ഓക്കെ, ഇതൊരു പ്രാവശ്യം പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഐ ലൈക്ക് രോഹൻ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ദാൻ കോഹ്ലി. ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത് കോഹ്ലിയെ രോഹൻ്റെ സ്റ്റൈൽ ഓഫ് ബാറ്റിങ്ങുമായിട്ടാണ്, കോഹ്ലിയുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. രോഹനെ അല്ല, രോഹനുമായിട്ടല്ല കമ്പയർ ചെയ്തേക്കുന്നത്, രോഹൻ്റെ സ്റ്റൈൽ ഓഫ് ബാറ്റിങ്ങും കോഹ്ലിയും തമ്മിൽ. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ബാറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ബാറ്റിംഗ് തമ്മിലല്ലേ കമ്പയർ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ വരും? ഐ ലൈക്ക് രോഹൻ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ദാൻ കോഹ്ലി എന്നുള്ളത് എങ്ങനെ വരും?
അപ്പം ഐ ലൈക്ക് രോഹൻ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ്. എനിക്കിഷ്ടം രോഹൻ്റെ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ആണ് കോഹ്ലിയുടെ സ്റ്റൈൽ ഓഫ് ബാറ്റിങ്ങിനേക്കാളും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ അവർ തന്നേക്കുന്നത് എങ്ങനെയാണ്? ഐ ലൈക്ക് രോഹൻ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ദാൻ കോഹ്ലി എന്നാൽ എനിക്കിഷ്ടം രോഹൻ്റെ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ആണ് കോഹ്ലിയേക്കാളും എന്നാണോ ശരിയാവുന്നത്? കോഹ്ലിയുടേതിനേക്കാളും എന്ന് പറഞ്ഞു അല്ലേ? കോഹ്ലിയുടേതിനേക്കാളും എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഐ ലൈക്ക് രോഹൻ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ദാൻ ദാറ്റ് ഓഫ് കോഹ്ലി എന്ന് വരും. എങ്ങനെ വരും? ദാൻ ഐ ലൈക്ക് രോഹൻ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ്. ഐ ലൈക്ക് രോഹൻസ് style of batting than that of Kohli. പിടികിട്ടിയോ? അപ്പം എങ്ങനെ വരും? അപ്പം ഇപ്പം എങ്ങനെ വന്നു? ഇപ്പം രോഹൻ്റെ സ്റ്റൈൽ ഓഫ് ബാറ്റിങ്ങും കോഹ്ലിയുടേതിനേക്കാളും. അപ്പം അങ്ങനെ വന്നു കോഹ്ലിയുടേതിനേക്കാളും, കോഹ്ലിയേക്കാളും അല്ല കോഹ്ലിയുടെ ബാറ്റിങ്ങിനേക്കാളും എന്ന് വന്നു. അപ്പോൾ കോഹ്ലിയുടേതിനേക്കാളും എനിക്കിഷ്ടം രോഹൻ്റെ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ആണ് എന്ന് വന്നു. ഓക്കെ ആണോ? അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ തമ്മിൽ, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ പിന്നെ തരാമെന്ന് പറഞ്ഞത്. അന്നേരം തരാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ തന്നത് കേട്ടോ. അപ്പം വൺ ഓഫ് വന്നാലോ എയ്തർ ഓഫ് വന്നാലോ നെയ്തർ ഓഫ് വന്നാലോ ഈച്ച് ഓഫ് വന്നാലോ അതിനെ ഫോളോ ചെയ്ത് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അടുത്തത് കൺസിഡർ ദീസ് എറേഴ്സ് എന്നുള്ളതാണ്. ഈ അതിനകത്തുള്ള എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിലോട്ട് ചെന്നതിന് ശേഷം ഞാൻ പറയാണ് ഐ എം യുവർ ഇംഗ്ലീഷ് ടീച്ചർ, അല്ലെങ്കിൽ ഐ ആം യുവർ മാത്സ് ടീച്ചർ, അല്ലെങ്കിൽ ഐ ആം യുവർ ഫിസിക്സ് ടീച്ചർ എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയാറുള്ളതാണല്ലോ അല്ലേ? അതായത് ഇതൊക്കെ പറയുന്നത് ശരിയാണോ? ഇത് തെറ്റാണോ? ഇങ്ങനെയൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും 100% തെറ്റാണ്. ഐ ആം യുവർ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. ഐ ആം ആൻ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയാൻ പാടില്ല. അതായത് ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറയണത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്ക് പിന്നെ പറയാം. ഇപ്പം ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ഈ സോൾജിയേഴ്സിനെ ഇന്ത്യയിൽ നിന്നുള്ള സോൾജിയേഴ്സിനെ നമ്മൾ ഇന്ത്യൻ സോൾജിയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സോൾജിയേഴ്സ് എന്ന് വിളിക്കുന്നത്? ദേ ആർ ഫ്രം ഇന്ത്യ. അവർ ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ടാണ് അവരെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ദേ ആർ ഫ്രം ഇന്ത്യ എന്നായതുകൊണ്ടാണ് ഇന്ത്യൻ സോൾജിയേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ നിന്നുള്ള സോൾജിയേഴ്സ് ആയതുകൊണ്ടാണ് അവരെ ഇന്ത്യൻ സോൾജിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിലാണ് അവരെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വിളിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം? ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട്. ഇന്ത്യൻ സോൾജിയർ എന്ന് വെച്ചാൽ എന്താണ്? സോൾജിയർ ഫ്രം ഇന്ത്യ എന്നാണ്. ഇന്ത്യൻ സോൾജിയർ. ഇംഗ്ലീഷ് ടീച്ചർ എന്നർത്ഥം എന്താണ്? ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. ഞാനൊരു ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയണം? ഐ ആം എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയണം. ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണെങ്കിൽ ഐ ആം എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയാം. നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. ഐ ആം എ ഇംഗ്ലീഷ് ടീച്ചർ, ഇൻകറക്റ്റ്, തെറ്റ്. ആൻഡ് ഹീ ഈസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ, തെറ്റ്. ഓൾ ഹീസ് ഫാമിലി മെമ്പേഴ്സ് വെർ ഗോയിങ് ടു ദ ടെമ്പിൾ, തെറ്റ്. അതായത് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്, മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്, ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഇവിടെ ഒരു ടേബിൾ കിടപ്പുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് വുഡൻ ടേബിളാണ്. ഇതിനെ വിളിക്കുന്നത് വുഡൻ ടേബിൾ എന്നാണ്. ഓക്കെ, ഇതിനെ വുഡൻ ടേബിൾ എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ മേഡപ്പ് ഓഫ് വുഡ് എന്നാണ്. വുഡ് വെച്ച് മേക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ന് വിളിക്കുന്നത്? വുഡൻ ടേബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ വുഡൻ ടേബിൾ എന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മേഡപ്പ് ഓഫ് വുഡ് വെച്ച് മേക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ നമ്മൾ വുഡൻ ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചറിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ദ ടീച്ചർ മേഡപ്പ് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. ടീച്ചറിനെ മാത്തമാറ്റിക്സ് കൊണ്ട് മേക്ക് ചെയ്ത ടീച്ചറിനെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് വിളിക്കുന്നത്. ഓൾ ഹിസ് ഫാമിലി മെമ്പേഴ്സ് മേഡപ്പ് ഓഫ് ഫാമിലി എന്നാണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അർത്ഥം.
അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷ് ടീച്ചർ മീൻസ് ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നാണ്. ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ മീനിങ് എന്താണ്? ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ടീച്ചർ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വേണമെങ്കിൽ അങ്ങനെ വിളിച്ചോ കേട്ടോ. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ടീച്ചർ എന്ന് വേണമെങ്കിൽ വിളിച്ചോ. മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് എടുക്കുന്ന ടീച്ചർ നല്ല അർത്ഥം. ടീച്ചർ മേഡപ്പ് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. എന്താണ് ടീച്ചർ മേഡപ്പ് ഓഫ് മാത്തമാറ്റിക്സ്? All his family members made up of family എന്നാണ്. members made up of family. ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് എല്ലാം എന്തായത് ഇൻകറക്റ്റ് ആയത്. അതായത് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്, മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്, ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നതെല്ലാം തെറ്റാണ്. അതായത് ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഇംഗ്ലീഷ് ടീച്ചർ ഡിനോട്ട്സ് ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ടീച്ചർ മേഡപ്പ് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ് അർത്ഥം. തേർഡ് എക്സാമ്പിളിൽ ഫാമിലി മെമ്പേഴ്സ് ഡിനോട്ട്സ് മെമ്പേഴ്സ് മേഡപ്പ് ഓഫ് ഫാമിലി എന്നാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം തെറ്റാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇംഗ്ലീഷ് ടീച്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അർത്ഥം എന്താണ്? ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നാണ്. മാത്തമാറ്റിക്സ് ടീച്ചർ മാത്സ് എടുക്കുന്ന ടീച്ചറിനെ മാത്തമാറ്റിക്സ് ടീച്ചർ ഒന്നും വിളിക്കരുത്, ടീച്ചർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് വിളിക്കാവൂ. ഇംഗ്ലീഷ് ടീച്ചറിനെ ഇംഗ്ലീഷ് ടീച്ചർ എന്നല്ല വിളിക്കേണ്ടത്, ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നാണ് വിളിക്കേണ്ടത് കേട്ടോ. ഫാമിലി മെമ്പേഴ്സും നല്ല വിളിക്കേണ്ടത് മെമ്പേഴ്സ് ഓഫ് മൈ ഫാമിലി എന്നാണ്. എൻ്റെ ആണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് മൈ ഫാമിലി, അവൻ്റെ ആണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി, ഹെർ ആണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ഹെർ ഫാമിലി എന്നൊക്കെ പറയുക. ഓക്കെ. അവരുടെ ആണെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദെയർ ഫാമിലി എന്നൊക്കെയാണ് പറയേണ്ടത്, അല്ലാതെ ഇങ്ങനെ പറയരുത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ നോക്കാം. To correct them, we may rewrite these sentences in the following ways. I am a teacher of English. English teacher. ഇതിനെ നമ്മൾ എങ്ങനെ വിളിക്കും? I am a teacher of English. I am a teacher of English. Mathematics teacher a teacher of mathematics. Family members all the members of his family എന്ന് വിളിക്കും അല്ലേ. ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നോ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി എന്നോ ടീച്ചർ ഓഫ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയാവൂ. അല്ലാതെ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലിയെ ഫാമിലി മെമ്പേഴ്സ് എന്നോ ടീച്ചർ ഓഫ് മാത്സിനെ മാത്തമാറ്റിക്സ് ടീച്ചർ എന്നോ ടീച്ചർ ഓഫ് ഇംഗ്ലീഷിനെ ഇംഗ്ലീഷ് ടീച്ചർ എന്നോ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ദർ ഈസ് നോ സച്ച് വേർഡ്സ് ലൈക്ക് പിക്ക് പോക്കറ്റർ. പിക്ക് പോക്കറ്റർ, ഈ പോക്കറ്റ് അടിക്കാരെ പോക്കറ്റ് അടിക്കാരെ നമ്മൾ ഒരിക്കലും പിക്ക് പോക്കറ്റർ എന്നല്ല വിളിക്കേണ്ടത്. അതായത് നമ്മൾ തെറ്റായിട്ട് മറ്റൊരു യൂസേജ് ഉണ്ട്. കസിൻ സിസ്റ്റർ എന്നും കസിൻ ബ്രദർ എന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കസിൻ അതായത് ബ്രദർ ആയാലും സിസ്റ്റർ ആയാലും കസിൻ എന്ന് മാത്രമേ പറയാവൂ. വെദർ ഇറ്റ് ഈസ് സിസ്റ്റർ ഓർ ബ്രദർ, അത് ബ്രദർ ആയാലും ശരി സിസ്റ്റർ ആയാലും ശരി കസിൻ ഉള്ളി. പിക്ക് പോക്കറ്റർ എന്ന് വിളിക്കാൻ പാടില്ല. പോക്കറ്റ് അടിക്കാരെ പിക്ക് പോക്കറ്റ് എന്ന് വിളിക്കത്തുള്ളൂ. എന്താ വിളിക്കുന്നത്? പിക്ക് പോക്കറ്റ്. പിക്ക് പോക്കറ്റർ എന്ന് വിളിക്കത്തില്ല. ഒരാളായതുകൊണ്ട് പിക്ക് പോക്കറ്റർ എന്ന് കിടക്കട്ടെ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പിക്ക് പോക്കറ്റ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ കസിൻ സിസ്റ്റർ എന്ന് പറയാൻ പാടില്ല, കസിൻ ബ്രദർ എന്നും പറയാൻ പാടില്ല, അതും തെറ്റാണ്. ഓക്കെ ആണല്ലോ. അതായത് പിക്ക് പോക്കറ്റർ എന്ന് പറയുന്നതിന് പിക്ക് പോക്കറ്റ്, കസിൻ സിസ്റ്റർ അല്ലെങ്കിൽ കസിൻ ബ്രദറിന് പകരം നമ്മൾ കസിൻ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറിനെ നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ എന്നല്ല വിളിക്കേണ്ടത്, ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നാണ് വിളിക്കേണ്ടത്. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നാണ് അർത്ഥം. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ടീച്ചർ എന്നാണ് അർത്ഥം. ഇന്ത്യൻ സോൾജിയേഴ്സ് ഫ്രം ഇന്ത്യ എന്നല്ല അർത്ഥം. അതേപോലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ ടീച്ചേഴ്സ് ഫ്രം ഇംഗ്ലണ്ട് എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട്. ഇന്ത്യൻ സോൾജിയർ ഫ്രം ഇന്ത്യ അല്ലേ. മാത്തമാറ്റിക്സ് ടീച്ചർ ഫ്രം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ടീച്ചർ മെയ്ഡ് അപ്പ് ഓഫ് മാത്തമാറ്റിക്സ് എന്നൊക്കെ തെറ്റായിട്ടാണ് ഇതിനെ പറയുന്നത്. അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ പോക്കറ്റ് അടിക്കാരെ പിക്ക് പോക്കറ്റർ എന്ന് പറയുമോ പിക്ക് പോക്കറ്റ് എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്ക് പോക്കറ്റ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. കസിൻ സിസ്റ്റർ എന്നോ കസിൻ ബ്രദർ എന്നോ പറയാൻ പാടില്ല. വെദർ ഇറ്റ് ഈസ് സിസ്റ്റർ ഓർ ബ്രദർ കസിൻ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അടുത്തത് ഫ്യൂവർ ആൻഡ് ലെസ്. ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ സബ്ജക്ട്സ് ആൻഡ് ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ സബ്ജക്ട്സ്. ഫ്യൂവർ എന്ന് പറയുന്ന വേർഡ് കൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പം മാത്രം യൂസ് ചെയ്യുക. ലെസ് എന്ന് പറയുന്ന വേർഡ് അൺകൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പം മാത്രം യൂസ് ചെയ്യുക. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂവർ ആൻഡ് ലെസ്? ഫ്യൂവർ എന്ന് പറയുന്ന വേർഡ്
കൗണ്ടബിൾ നൗൺസിനൊപ്പം യൂസ് ചെയ്യുക. കൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പം യൂസ് ചെയ്യേണ്ടതാണ് ഫ്യൂവർ. ലെസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പം യൂസ് ചെയ്യേണ്ടതാണ് ലെസ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെസ് ആൻഡ് ഫ്യൂവർ? ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ സബ്ജക്ട്സ് ആൻഡ് ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ സബ്ജക്ട്സ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂവർ ആൻഡ് ലെസ്? ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ സബ്ജക്ട്സ് ആൻഡ് ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ സബ്ജക്ട്സ്. ഫ്യൂവർ കൗണ്ടബിളും ലെസ് അൺകൗണ്ടബിളും ആണ് കേട്ടോ. അൺകൗണ്ടബിൾ. അപ്പം നോ ലെസ് ദാൻ 50 സ്റ്റുഡൻസ്. നോ ലെസ് ദാൻ 50 സ്റ്റുഡൻസ് ശരിയാണോ തെറ്റാണോ? നോ ലെസ് ദാൻ 50 സ്റ്റുഡൻസ്. ഇവിടെ 50 സ്റ്റുഡൻസ് എന്നല്ലേ കിടക്കുന്നത്. 50 സ്റ്റുഡൻസ് എന്നുള്ളത് കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ നൗൺസിനൊപ്പം നമ്മൾ ലെസ് ഉപയോഗിക്കത്തില്ല. നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? ഫ്യൂവർ. നോ ഫ്യൂവർ ദാൻ. എന്താ പറയുന്നത്? നോ ഫ്യൂവർ ദാൻ 50 സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ് പഠിച്ചത്? ഫ്യൂവറും ലെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ സബ്ജക്ട്സും ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ സബ്ജക്ട്സ് എന്നാണ് അല്ലേ. അടുത്തത് there is no fewer than 5 liters of water. 5 liters of water അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ സബ്ജക്റ്റ് ആണ്. അപ്പം ഫ്യൂവർ ഉപയോഗിക്കാൻ പാടില്ല. ഫ്യൂവർ തെറ്റാണ്. അപ്പം there is no less than 5 liters of water in the vessel എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഡിഫറൻസ്? എന്താണ് ലെസ്സും ഫ്യൂവറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ടും കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് കേട്ടോ. ഫ്യൂവറും ലെസ്സും രണ്ടും കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് അറിഞ്ഞിരിക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ഓക്കെ, അതല്ല ഇവിടുത്തെ വിഷയം. ഏതൊക്കെ സബ്ജക്ട്സിനൊപ്പം യൂസ് ചെയ്യുന്നതാണ്. ഫ്യൂവർ എന്ന് പറയുന്നത് കൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പം, ലെസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഫ്യൂവർ ആൻഡ് ലെസ്? ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ സബ്ജക്ട്സ് ആൻഡ് ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ സബ്ജക്ട്സ്. ഓക്കെ. അടുത്തത് ദ വേർഡ് ഡേറ്റ ഈസ് എ പ്ലൂറൽ. ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലാണ് കേട്ടോ. ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലാണ്. ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ ആണെങ്കിൽ ഏതൊരു പ്ലൂറൽ വേർഡിനും ഒരു സിംഗുലർ വേർഡ് ഉണ്ടല്ലോ. ഇറ്റ്സ് ദ സിംഗുലർ ഫോം ഓഫ് ഡേറ്റ ഈസ് ഡേറ്റം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഡേറ്റം? ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലും ഡേറ്റം എന്ന് പറയുന്ന വേർഡ് സിംഗുലറുമാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ പ്ലൂറലും ഡേറ്റം സിംഗുലറുമാണ്. ഓക്കെ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ വോൺസസ്. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ വേർഡാണ്. അപ്പം ഡേറ്റ പ്ലൂറൽ വേർഡ് ആണെങ്കിൽ ഡേറ്റയുടെ കൂടെ വരുന്ന വെർബ് ഫോം എപ്പോഴും എന്തായിരിക്കണം? അതും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ ആണെങ്കിൽ ഡേറ്റയുടെ കൂടെ വരുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റൈറ്റ്സ്? റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർഡാണ്. റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വേർഡാണ്. വോൺ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. വോൺസ് എന്ന് പറയുന്നത് സിംഗുലർ വേർഡാണ് അല്ലെങ്കിൽ സിംഗുലർ വെർബാണ്. ഓക്കെ. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ സിംഗുലർ വേണോ പ്ലൂറൽ വേണോ? ഡേറ്റ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഡേറ്റയുടെ കൂടെ സിംഗുലർ വേണം പ്ലൂറൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയുടെ കൂടെ പ്ലൂറലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഡേറ്റ എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡ് അല്ല, ഒരു പ്ലൂറൽ വേർഡാണ്. അപ്പോൾ ഡേറ്റയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്ലൂറൽ ആയിട്ടുള്ള ഒരു വേർഡ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഡേറ്റ ഓൺസ് അസ് എന്നുള്ളതാണ് തെറ്റാണ്. ഡേറ്റ പ്ലൂറലാണ്. ഡേറ്റ പ്ലൂറലാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇത് സിംഗുലർ വെർബാണ്. അപ്പോൾ ഡേറ്റ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ വരുന്ന സബ്ജക്റ്റ് വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? വോൺ ആക്കി, പ്ലൂറൽ വെർബ് ആക്കി. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ്, വോൺ എന്നുള്ളത് പ്ലൂറൽ വെർബ് ആക്കി. അപ്പോൾ ഡേറ്റ വോൺ അസ് ആൻഡ് വി വിൽ ഹാവ് ടു ചേഞ്ച് അവർ സ്ട്രാറ്റജി എന്നായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡേറ്റയും ഡേറ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡേറ്റ ഈസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ ആൻഡ് ഡേറ്റം ഈസ് കൺസിഡേർഡ് ആസ് സിംഗുലർ എന്നാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ദ വേർഡ് സമൻസ്. ഇതൊന്ന് ഓർത്തിരിക്കുക. അതാണ് ഈ വേർഡ് എസ്സിലാണ് അവസാനിക്കുന്നത്. ഓക്കെ. എല്ലാ വേർഡും എസ്സിൽ അവസാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ ചാടിക്കത് എന്താന്ന് വിളിക്കരുത്? പ്ലൂറൽ എന്ന് വിളിക്കരുത് കേട്ടോ. എന്താണ് വേർഡ് സമൻസ് എന്ന് പറയുന്ന വേർഡ് എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിലും ഈ സമൻസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഈ കോടതിയിൽ നിന്നൊക്കെ വരുന്ന പേപ്പറിന് നമ്മൾ ആ കോടതിയിൽ നിന്ന് സമൻസ് വന്ന് നമ്മളൊക്കെ അങ്ങനെയൊക്കെ പറയാറില്ലേ? ഓക്കെ. അപ്പോൾ സമൻസ് എന്ന് പറയുന്ന വേർഡ് ഒരു സിംഗുലർ വേർഡാണ് കേട്ടോ. അപ്പോൾ സമൻസ് എന്ന് പറയുന്ന വേർഡ് എന്തൊരു വേർഡാണ്? ഇത് സിംഗുലർ വേർഡാണ്. അതിൻ്റെ പ്ലൂറൽ വേർഡ് എന്ന് പറയുന്നത് സമൻസസ് ആണ്. എന്താണ്? സമൻസസ്. ഓക്കെ. സമൻസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്. അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് സമൻസസ് ആണ്. ഓക്കെ. ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് 2 സമൻസ് വെയർ ഇഷ്യൂഡ്. 2 സമൻസ്. 2 ബോയ്സ് എന്നാണോ 2 ബോയ് എന്നാണോ പറയുന്നത്? 2 ബോയ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? 2 ബോയ് എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ ഇത് 2 സമൻസും തെറ്റാണ്. 2 ഈ സമൻസ് 2 എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ഇത് സമൻസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്.
ടൂവിൻ്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വേർഡ് വരുമോ? സിംഗുലർ വേർഡ് വരുമോ? ടു സമൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്താ പറയുന്നത്? ടു സമൻസസ് എന്ന് പറയണം അല്ലേ? അപ്പോൾ പ്ലൂറൽ വേർഡ് അല്ല വരേണ്ടത്. അപ്പോൾ ടു എന്ന് പറയുന്നത് ടു ബോയ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ടു ബോയ്സ് എന്നാണ് പറയേണ്ടത്. അതേപോലെ ടു സമൻസ് എന്നാണ് പറയുന്നത്. ടു സമൻസസ് എന്നാണ് പറയുന്നത്. ടു സമൻസസ് എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് വേർഡ് പഠിച്ചു. ഡേറ്റ ആൻഡ് ഡേറ്റം, സമൻസ് ആൻഡ് സമൻസസ്. ഡേറ്റ പ്ലൂറൽ വേർഡാണ്, ഡേറ്റം സിംഗുലർ വേർഡാണ്. സമൻസ് സിംഗുലർ വേർഡാണ്, സമൻസസ് പ്ലൂറൽ വേർഡാണ്. ഓക്കെ. ആദ്യം പോലെ ഒന്നുകൂടെ പറയാം, ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ രണ്ട് തരം പ്രോനൗൺസ് ഉണ്ട്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് ഉണ്ട് അല്ലേ? സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ്, രണ്ട് തരം പ്രോനൗൺസ് ഉണ്ട്. സബ്ജക്റ്റീവ് പ്രോനൗൺസും ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രോനൗൺസും ഉണ്ട്. ഓക്കെ. അപ്പോൾ സബ്ജക്റ്റീവ് പ്രോനൗൺസിനെ സബ്ജക്റ്റീവ് ഉള്ളവരുമായിട്ടും ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരെ ഒബ്ജക്റ്റീവ് പ്രോനൗൺസിലുള്ളവരുമായിട്ടും മാത്രം എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ സബ്ജക്റ്റീവുള്ളവരെ സബ്ജക്റ്റീവുള്ളവരുമായിട്ടും ഒബ്ജക്റ്റീവുള്ളവരെ ഒബ്ജക്റ്റീവായിട്ടുള്ളവരുമായിട്ടും മാത്രം എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഒരു കാരണവശാലും ഈ സബ്ജക്റ്റീവുള്ളവരെ ഒബ്ജക്റ്റീവ് ഉള്ളവരുമായിട്ടും ഒബ്ജക്റ്റീവുള്ളവരെ സബ്ജക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാൻ പാടില്ല. തെറ്റാണ് കേട്ടോ. ഇവരെ ഇങ്ങനെ കമ്പയർ ചെയ്യുക, ഇവരെ ഇങ്ങനെ ഈ കൂട്ടത്തിലുള്ളവരുമായിട്ട് മാത്രം കമ്പയർ ചെയ്യുക. ഓക്കെ. അതങ്ങനെയാണ്. അടുത്തത് അപ്പം മാർക്കണ്ട, നമ്മുടെ നെക്സ്റ്റ് SSC CGL പൈലറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. 100% ഇപ്പോൾ ഓഫറാണ്. 100% നോട്ട് 100,000 റുപ്പീസ് ഓഫുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ദിശ ലേണിംഗ് ആപ്പിലൂടെയാണ് നമുക്ക് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം 1-2 ക്ലാസ്സസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന റൂൾസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുകൂടി നമുക്ക് ആ ആപ്പിലൂടെയും പഠിക്കാവുന്നതാണ്. ഒത്തിരി ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ. വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോളുക. താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമേ. നെക്സ്റ്റ്, മൈ പേരൻസ് സ്കോൾഡ് മീ മോർ ദാൻ മൈ പേരൻസ് സ്കോൾഡ് മീ മോർ ദാൻ ഹിം. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും രണ്ട് ഒബ്ജക്റ്റീവ് പ്രോനൗൺസും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺസും ഒരു സബ്ജക്റ്റീവ് പ്രോനൗൺസും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഒരു സബ്ജക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ഒരു ഒബ്ജക്റ്റീവായിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാൻ പാടില്ല. ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും സബ്ജക്റ്റീവ് ആയിരിക്കണം. but except between let are always followed by the pronouns objective case of pronouns, not subjective case of pronouns. but except between let ഏതൊക്കെയാണ്? but except between let എന്ന് പറയുന്ന വേർഡ്സിനെ ഫോളോ ചെയ്ത് വരുന്ന പ്രോനൗൺസ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഒരിക്കലും സബ്ജക്റ്റീവ് ആവരുത്. ഓക്കെ. അടുത്തത്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നെസസറി ടു ലുക്ക് അറ്റ് ദ തിങ്സ് ബീങ് കമ്പയർഡ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കമ്പയർ ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതായത് ഡൽഹിയിലെ വെതറും മുംബൈ ആയിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്? ആണോ? അതോ ഷിംലയിലെ ആപ്പിൾസിനെ ഊട്ടിയായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്? അല്ല. ഊട്ടിയിലെ ആപ്പിൾസിനെ ഷിംലയിലെ ആപ്പിൾസുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഡൽഹിയിലെ വെതറിനെ മുംബൈയിലെ വെതറുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അല്ലാതെ മുംബൈ ആയിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് ഡൽഹിയിലെ വെതറിനെ, അല്ലേ? ആപ്പിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഊട്ടിയിലെ ആപ്പിൾസുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ, അല്ലാതെ ഊട്ടിയായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്. ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. എന്താണ്? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്. വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ എന്നാണ് പറയുന്നത്. ഇവരോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറിനെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വിളിക്കാൻ പാടില്ല. മാത്സ് എടുക്കുന്ന ടീച്ചറിനെ മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് വിളിക്കാൻ പാടില്ല. ഫിസിക്സ് എടുക്കുന്ന ടീച്ചറിനെ ഫിസിക്സ് ടീച്ചർ എന്നോ കെമിസ്ട്രി ടീച്ചർ എന്നൊന്നും വിളിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണെങ്കിൽ
ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്. മാത്സ് എടുക്കുന്ന ടീച്ചർ ആണെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചർ എന്നല്ല വിളിക്കുന്നത്, ടീച്ചർ ഓഫ് മാത്തമാറ്റിക്സ്. ടീച്ചർ ഓഫ് ഫിസിക്സ്, ടീച്ചർ ഓഫ് കെമിസ്ട്രി, ടീച്ചർ ഓഫ് ബയോളജി, അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ ടീച്ചർ മേഡപ്പ് ഓഫ് ബയോളജി എന്നോ ടീച്ചർ മേഡപ്പ് ഓഫ് കെമിസ്ട്രി എന്നൊക്കെ ആയിപ്പോവും. ഇംഗ്ലീഷ് ടീച്ചർ മേഡപ്പ് ഓഫ് ഇംഗ്ലീഷ് എന്നോ അങ്ങനെയാണോ. ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട് എന്നായിപ്പോവും. ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെ ആയിപ്പോവും, ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ടീച്ചറിനെയാണ് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വിളിക്കേണ്ടി വരുന്നത്. ഫ്യൂവറും ലെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ സബ്ജക്ട്സ് ആൻഡ് ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ സബ്ജക്ട്സ്. ഡേറ്റ എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്ന് ചോദിച്ചാൽ ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലാണ്. അതിൻ്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് ഡേറ്റം ആണ്. സമൻസ് എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണ്. അവസാനം എസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അതിന് സിംഗുലർ ആണെന്ന് പ്ലൂറൽ ആണെന്ന് പറയരുത്. സമൻസ് എന്ന് പറയുന്ന വേർഡ് എന്താണ്, പ്ലൂറൽ വേർഡ് ആണോ സിംഗുലർ വേർഡാണെന്ന് വെച്ചാൽ അതൊരു സിംഗുലർ വേർഡാണ്. അതിൻ്റെ പ്ലൂറൽ വേർഡ് എന്ന് പറഞ്ഞാൽ സമൻസസ് ആണ്. എന്താണ്, സമൻസസ്. അതേപോലെ ഒരു പ്ലൂറൽ ആയിട്ടുള്ളൊരു വേർഡാണ്. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ലേ. അവസാനം എസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് പ്ലൂറൽ. ഇതൊരു പ്ലൂറൽ വേർഡാണ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് അവസാനം എസ് ഇല്ല, പക്ഷേ ഇതൊരു പേഴ്സണൽ എന്ന് പറയുന്നത് എൻ ആണ്. എൻ ഇതൊരു പ്ലൂറൽ വേർഡാണ്. ഇങ്ങനെ എസ് ഇട്ട് ഉപയോഗിക്കത്തില്ല, ഇവിടെ എസ് ഇടാൻ പാടില്ല. ഇതൊരു പ്ലൂറൽ വേർഡാണ് കേട്ടോ. ഇങ്ങനെ എസ് ഇട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല, മനസ്സിലാവുന്നുണ്ടോ. അതായത് അവസാനം എസ് ഉണ്ടെങ്കിലേ പ്ലൂറൽ ആവത്തുള്ളൂ, അവസാനം എസ് ഇല്ലെങ്കിൽ സിംഗുലർ ആവണം, അങ്ങനൊന്നുമില്ല. അവസാനം എസ് ഇല്ല എങ്കിലും എന്താവുന്നുണ്ട്, പ്ലൂറൽ ആവുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പേഴ്സൺ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ല. നമുക്ക് ഒന്നുകൂടെ പറയണോ, ഏതെങ്കിലും നോക്കാം. ഓരോന്ന് നോക്കാം, നമുക്ക് ഓരോന്ന് മനസ്സിലായോ നോക്കാം. നിങ്ങൾക്ക് ഇത് നിങ്ങളിത് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായോ നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ടു സബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ടു ഒബ്ജക്റ്റീവ് കമ്പയർ ചെയ്യാൻ പാടില്ല. അതൊക്കെ ആണല്ലോ, അതൊക്കെ അല്ലേ. ബട്ട്, എക്സെപ്റ്റ്, ബിറ്റ്വീൻ, ലെറ്റ് ഇതിനെ ഫോളോ ചെയ്തു വരുന്ന പ്രൊനൗൺസ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, സബ്ജക്റ്റീവ് ആവരുത്. കമ്പയർ ചെയ്യുമ്പോൾ തിങ്സുകൾ തമ്മിൽ ഈക്വൽ ആയിട്ട് സിമിലർ ആയിട്ടുള്ള തിങ്സുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. വൺ ഓഫ്, നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫിനോടൊപ്പം ചേർന്ന് വരുന്ന നൗൺ എപ്പോഴും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. ഇംഗ്ലീഷ് ടീച്ചർ എന്നോ മാത്തമാറ്റിക്സ് ടീച്ചർ എന്നോ ഫാമിലി മെമ്പേഴ്സ് എന്നൊന്നും പറഞ്ഞാൽ തെറ്റാണ്. ഇംഗ്ലീഷ് ടീച്ചർ മീൻസ് ടീച്ചർ ഫ്രം ഇംഗ്ലണ്ട്, മാത്തമാറ്റിക്സ് ടീച്ചർ മീൻസ് ടീച്ചർ മേഡപ്പ് ഓഫ് മാത്തമാറ്റിക്സ്, ഫാമിലി മെമ്പേഴ്സ് മീൻസ് മെമ്പേഴ്സ് മേഡപ്പ് ഓഫ് ഫാമിലി എന്നൊക്കെയാണ് അല്ലേ. അതേപോലെ ഫ്യൂവറും ലെസ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഫ്യൂവർ ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്, ലെസ് ഈസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അതായത് ഫ്യൂവർ എന്ന് പറയുന്ന വേർഡിനെ കൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പവും ലെസ് എന്ന് പറയുന്ന വേർഡിനെ അൺകൗണ്ടബിൾ സബ്ജക്ട്സിനൊപ്പവും മാത്രം യൂസ് ചെയ്യുക. ഡേറ്റ എന്ന് പറയുന്ന വേർഡ് പ്ലൂറലാണ്, അതിൻ്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് ഡേറ്റമാണ്. സമൻസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ വേർഡ് എന്ന് പറയുന്നത് സമൻസസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചൊരു വേർഡാണ് പേഴ്സണൽ, PERSONNEL. പേഴ്സണൽ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് കൂടി പറയാം. സ്റ്റാഫ്സ്, തൊഴിലാളികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നാണ്. എന്താണ്, സ്റ്റാഫ്സ് അഥവാ എംപ്ലോയീസ് എന്നാണ് കേട്ടോ. അതൊരു പ്ലൂറൽ വേർഡാണ്. സ്റ്റാഫ്സ് എന്നാണ്, തൊഴിലാളികൾ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. തൊഴിലാളി എന്നല്ല, തൊഴിലാളികൾ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലൂടെ കാണാം. ഓക്കെ, ബൈ.